എന്താണ് ട്രാൻസ്ജെൻഡർ? ഒരു വ്യക്തി ജനിക്കുമ്പോൾ ശാരീരികമായ പ്രത്യേകതകൾ അനുസരിച്ച് നിർണയിക്കപ്പെടുന്ന ലിംഗവും ആ വ്യക്തിയുടെ ആന്തരികവും മാനസികവുമായ ലിംഗബോധവും തമ്മിൽ പൊരുത്തപ്പെടാത്ത അവസ്ഥയെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പുരുഷനായി ജനിച്ച ഒരു വ്യക്തിയുടെ ലിംഗസ്വത്വം സ്ത്രീയുടേതാകാം, അതായത് ട്രാൻസ് സ്ത്രീ. അതുപോലെ സ്ത്രീയായി ജനിച്ച വ്യക്തിയുടെ ലിംഗസ്വത്വം പുരുഷന്റേതുമാകാം, അതായത് ട്രാൻസ് പുരുഷൻ. ഇതൊരു രോഗമോ തെരഞ്ഞെടുപ്പോ അല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ തനിമയുടെയും സ്വത്വത്തിന്റെയും ഭാഗമാണ്. എന്താണ് LGBTQ+? ഇതൊരു ചുരുക്കുപേരാണ്. ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും ലിംഗന്യൂനപക്ഷങ്ങളെയും ഒരുമിച്ച് വിശേഷിപ്പിക്കാൻ ഈ പദം ഉപയോഗിക്കുന്നു. L എന്നാൽ ലെസ്ബിയൻ, സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകളോട് തോന്നുന്ന പ്രണയവും ലൈംഗിക ആകർഷണവും. G എന്നാൽ ഗേ, പുരുഷന്മാർക്ക് മറ്റു പുരുഷന്മാരോട് തോന്നുന്ന പ്രണയവും ലൈംഗിക ആകർഷണവും. B എന്നാൽ ബൈസെക്ഷുവൽ, പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരുപോലെ പ്രണയവും ലൈംഗിക ആകർഷണവും തോന്നുന്ന അവസ്ഥ. T എന്നാൽ ട്രാൻസ്ജെൻഡർ, മുകളിൽ വിശദീകരിച്ചതുപോലെ ജന്മന നിർണയിക്കപ്പെട്ട ലിംഗവും വ്യക്തിയുടെ ലിംഗസ്വത്വവും വ്യത്യസ്തമായവർ. Q എന്നാൽ ക്യൂയർ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിംഗ്, പരമ്പരാഗതമായ ലിംഗലൈംഗിക നിർവചനങ്ങളിൽ ഒതുങ്ങാത്തവരെ സൂചിപ്പിക്കുന്ന വാക്കാണ് ക്യൂയർ. ക്വസ്റ്റ്യനിംഗ് എന്നത് സ്വന്തം ലിംഗലൈംഗിക സ്വത്വത്തെക്കുറിച്ച് അന്വേഷിക്കുകയോ സംശയിക്കുകയോ ചെയ്യുന്നവരെ കുറിക്കുന്നു. പ്ലസ് എന്നാൽ മുകളിൽ പറയാത്ത മറ്റു നിരവധി ലിംഗലൈംഗിക സ്വത്വങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നതിനെയാണ് പ്ലസ് സൂചിപ്പിക്കുന്നത്. ഒരാൾ എങ്ങനെ ട്രാൻസ്ജെൻഡർ ആകുന്നു? ഒരാൾ ട്രാൻസ്ജെൻഡർ ആവുകയല്ല, മറിച്ച് താൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഈ തിരിച്ചറിവ് പലപ്പോഴും കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കാം. സമൂഹം കൽപ്പിച്ചു നൽകുന്ന ലിംഗപരമായ വേഷങ്ങളോടും പെരുമാറ്റച്ചട്ടങ്ങളോടും ഒരു പൊരുത്തക്കേട് ചെറുപ്പത്തിലേ അവർ അനുഭവിച്ചു തുടങ്ങുന്നു. ഈ അവസ്ഥയെ ജെൻഡർ ഡിസ്ഫോറിയ അഥവാ ലിംഗപരമായ അസ്വാസ്ഥ്യം എന്ന് പറയുന്നു. അതായത് സ്വന്തം ശരീരവും മനസ്സിന്റെ ലിംഗബോധവും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ കാരണമുണ്ടാകുന്ന കടുത്ത മാനസിക വേദനയും അസ്വസ്ഥതയുമാണിത്. ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ യഥാർത്ഥ ലിംഗസ്വത്വത്തിലേക്ക് ജീവിക്കാനായി അവൾ സാമൂഹികവും ശാരീരികവുമായ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു. ഇതിനെയാണ് ലിംഗമാറ്റ പ്രക്രിയ എന്ന് പറയുന്നത്. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സമൂഹം കടുത്ത മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതിന്റെ പ്രധാന കാരണം അവരുടെ ലിംഗസ്വത്വമല്ല, മറിച്ച് സമൂഹം അവരോട് പെരുമാറുന്ന രീതിയാണ്. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നേരിടുന്ന ഒറ്റപ്പെടുത്തൽ, കളിയാക്കലുകൾ, അവഗണന എന്നിവ കാരണം വിഷാദരോഗം, അതായത് ഡിപ്രഷൻ, ഉത്കണ്ഠ എന്നിവ ഇവർക്കിടയിൽ വളരെ കൂടുതലാണ്. ആത്മഹത്യാ പ്രവണത, നിരന്തരമായ മാനസിക പീഡനം, തൊഴിലില്ലായ്മ, പാർപ്പിടമില്ലായ്മ, ശാരീരിക ഉപദ്രവങ്ങൾ എന്നിവ കാരണം ആത്മഹത്യാ പ്രവണത ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ വളരെ ഉയർന്ന നിരക്കിലാണ്. പഠനങ്ങൾ പ്രകാരം ഇവരിൽ 1/3 ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ളവരാണ്. തിരിച്ചറിയപ്പെടാത്ത വേദന, അതായത് ജെൻഡർ ഡിസ്ഫോറിയ, സ്വന്തം ശരീരം തങ്ങളുടേതല്ല എന്ന് തോന്നൽ ഉണ്ടാകുന്ന കടുത്ത മാനസിക സംഘർഷം പലർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഹോർമോൺ ചികിത്സയുടെയും ശസ്ത്രക്രിയയുടെയും ശാരീരികവും മാനസികവുമായ പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യുന്നതും വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം രൂപീകരിച്ചും ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട്. എന്നാൽ നിയമപരമായ അംഗീകാരത്തിൽ നിന്നും സാമൂഹികമായ ഉൾക്കൊള്ളലിലേക്കുള്ള ദൂരം ഇനിയും താണ്ടേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സമഗ്രമായ ഒരു സമീപനം അനിവാര്യമാണ്. കേവലം സഹതാപമല്ല, തുല്യ അവകാശങ്ങളും അന്തസ്സുമാണ് അവർക്ക് വേണ്ടത്. ഒരു സമൂഹം എത്രത്തോളം പുരോഗമിച്ചു എന്നതിൻ്റെ അളവുകോൽ ആ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തുന്ന എല്ലാ മതിലുകളും തകർത്തെറിയണം. സർക്കാർ നയങ്ങൾ, നിയമങ്ങൾ എന്നിവയോടൊപ്പം സാമൂഹികമായ കാഴ്ചപ്പാടുകളിലും മാറ്റം വരുമ്പോൾ മാത്രമേ അവർക്ക് അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായുള്ള കൂട്ടായ പരിശ്രമമാണ് ഇന്നത്തെ ആവശ്യം.